ഹലോ മക്കളെ, നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു വർഷം മുതൽ നമ്മുടെ സിലബസ് മാറാനായിട്ട് പോവാണ്. നിങ്ങൾ 6ാം ക്ലാസ്സിൽ നിന്ന് നേരെ 7ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പല പല ടെൻഷൻസ് ഒക്കെ വരും. കാരണം ഇനി സിലബസ് മാറുക എന്ന് പറയുമ്പോൾ കുറേ എക്സ്ട്രാ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് കുറച്ചും കൂടെ ടഫ് ആവാനാണോ പോകുന്നത്, നമുക്കിനി വരുന്ന എക്സാംസ് ഒക്കെ ഭയങ്കര ടഫായിരിക്കുമോ, നമുക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇത് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമോ, അങ്ങനെ തുടങ്ങി കുറേ ടെൻഷൻസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷൻസിന് എല്ലാത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആരും തന്നെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അത്തരത്തിലുള്ള നമുക്ക് പല പല ആവലാതികൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഈ ഒരു സിലബസിന്റെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു സിലബസ് മാറുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അതിന്റെ കൺഫർമേഷൻ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൺഫർമേഷൻ കിട്ടി ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇതിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് ആലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. ഇനി അഥവാ നമുക്ക് ഇനി സിലബസ് ഇനി എത്രത്തോളം ടഫ് ആയി കഴിഞ്ഞാലും അതിനൊക്കെ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നമ്മുടെ എക്സാമിനുള്ള ടീച്ചേഴ്സ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ടെൻഷന്റെയും ഒരു ആവശ്യമില്ല. നമ്മൾ ഈസി ആയിട്ട് നല്ല കോഡുകളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു ട്രിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യോ മിസ് എനിക്ക് ബേസ് ഇല്ല എന്നുള്ളതായിരിക്കും. ഞാൻ ഇതുവരെ കറക്റ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതുവരെയുള്ള ക്ലാസ്സസിലൊക്കെ ഞാൻ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജയിച്ചു പോന്നിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ക്ലാസ് പലർക്കും ചിലപ്പോൾ മാത്സിലായിരിക്കും ബേസ് ഇല്ലാത്തത്, ചിലപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും ഇംഗ്ലീഷോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ബയോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ബേസ് ഇല്ല എന്നുള്ളൊരു ടെൻഷൻ പലർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ടെൻഷൻ ഉള്ളവർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രം ദ ബേസ് മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ എക്സാമിനറിന് 7ാം ക്ലാസ്സിന് ഒരു ബാച്ച് ഉണ്ട്. അതാണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. സൃഷ്ടി ബാച്ചിൽ നിങ്ങൾക്കായിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ റെക്കോർഡഡ് ക്ലാസ്സസിലൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് ഒരു ഡൗട്ടുകൾ പോലും വരാത്ത തരത്തിലുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നുണ്ടാവുക. ഇത് കൂടാതെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്കറിയാലോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറുള്ളത് എക്സാംസിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോട്ട്, നമുക്ക് ക്ലാസ് കാണുമ്പോൾ നമ്മൾ നോട്ട് എഴുതും, അത് ഓക്കെയാണ്. നമ്മൾ നോട്ട് എഴുതി കഴിഞ്ഞാൽ ആ നോട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുകൂടാതെ നമുക്ക് അടിപൊളിയായിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും PDF ആയിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിരിക്കും. ഇനിയുള്ള നിങ്ങളുടെ ഈ ഒരു 7ാം ക്ലാസ്സിലെ ഒരു പഠന ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ എക്സാമിനർ ടീം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി സിലബസിനെ കുറിച്ചിട്ടുള്ള നമുക്ക് ആ സിലബസിന് മാറുന്നതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒരു കൺഫർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് മിസ്സേ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് പഠിച്ചു പോകണം. ഇതുവരെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇനി എനിക്ക് ഫ്രം ദ ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയണം. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ A+ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന മക്കളായിരിക്കില്ല ഇതിൽ പലരും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു 7ാം ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ 6ാം ക്ലാസ് 8ാം ക്ലാസ്, ഇതൊക്കെ വളരെയധികം ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്ലാസ്സസ് ആണ്. അതായത് ഇതിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 10ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സിലുള്ള ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ മക്കളെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹായ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മുടെ 7ാം ക്ലാസ് നമ്മൾ സെറ്റ് ആക്കും.